അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ജാവാസ്ക്രിപ്റ്റിലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ 3 ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ ബ്രാഞ്ചിങ്, പിന്നെ പഠിച്ചത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ ഇത്രയും എണ്ണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വൈലുണ്ട്, ഡു വൈലുണ്ട്, ഫോർ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ വൈലും അതേപോലെ ഫോറും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡു വൈൽ മാത്രമാണുള്ളത്. ഫോറിനും ഫോർ ഓഫും നമുക്ക് പിന്നീട് വഴിയെ ആവുകയാണെങ്കിൽ മാത്രം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈൽ ലൂപ്പ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു. വൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് കോഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞ ഒരു ടോക്കൺ ആണ്, അല്ലെങ്കിൽ ഒരു എൻട്രി പാസ് ആണ് നമ്മുടെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേളി ബ്രാക്കറ്റിനകത്ത് ക്ലിയർ ആവണില്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? പറഞ്ഞത് ഇപ്പൊ ആരാ? മാജിദയോ? ആരാ? കേൾക്കുന്നില്ലേ? മുളക് ചിലപ്പോ ഇതില്ലാത്ത സ്ഥലത്തായിരിക്കും. എന്തെങ്കിലും റേഞ്ചിന്റെ കുറവ് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി കയറി നോക്ക്. അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടി റേഞ്ചുള്ള ഭാഗത്ത് എവിടെയും. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും പറയും, വോയിസ് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. ബാക്കിയുള്ളവർക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ? മെസ്സേജ് അയക്കരുത്. മെസ്സേജ് അയച്ചാൽ എനിക്ക്, ഞാൻ ഈ സ്ക്രീനാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അറിയില്ല. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കും. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൈൽ ലൂപ്പിനെ കുറിച്ചായിരുന്നു. വൈൽ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതിനകത്ത് ആ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരു എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഫോർ ലൂപ്പിലും പറഞ്ഞത്. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, നമ്മൾ 2 ഫ്ലോ ചാർട്ടുകൾ പറഞ്ഞിരുന്നു. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ഒരു കൗണ്ടർ വേരിയബിൾ ഉണ്ടാവും. ഇപ്പോൾ ഫോർ ലൂപ്പിലാണെങ്കിലും അതേപോലെ വൈൽ ലൂപ്പിലാണെങ്കിലും നമുക്കൊരു കൗണ്ടർ വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ ഈ കൗണ്ടർ വേരിയബിള് നമ്മൾ ഇനീഷ്യലൈസേഷൻ നടത്തും, അല്ലെങ്കിൽ ഇനീഷ്യലായിട്ട് അതിനൊരു വാല്യൂ കൊടുക്കും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് അടുത്തായിട്ട് വരിക. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യും? അത് ഇതിനകത്തേക്ക് വരും, അല്ലെങ്കിൽ കോഡ് ഇൻസൈഡ് ബോഡി ഓഫ് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിനാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അത് അടുത്ത സ്ലൈഡിലും അത് തന്നെയാണ്. വൈൽ ലൂപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അത് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പാണ്. അപ്പോൾ ആദ്യത്തെ വൈൽ ലൂപ്പ്, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഡു വൈൽ ലൂപ്പ്. ഇപ്പോൾ ഡു വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വൈൽ ലൂപ്പിനെയും അതേപോലെ ഫോർ ലൂപ്പിനെയും നമ്മൾ പൊതുവെ പറയുന്നത് അതിനെ ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുന്നത്.
ഇനി ഡു വൈൽ ലൂപ്പിന് സാധാരണയായിട്ട് അതിന് പറയുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ഡു വൈൽ ലൂപ്പ് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പ് എപ്പോഴും കണ്ടീഷൻ നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഡു വൈൽ ലൂപ്പ് ആണെങ്കിൽ, നമ്മൾ പറയുന്ന ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു പ്രാവശ്യം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വൈൽ ലൂപ്പിന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ കയറുന്ന കാര്യം പറഞ്ഞു. നമുക്ക് ആ ടിക്കറ്റ് നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷോ കാണാൻ വേണ്ടിയിട്ട് ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് അല്ലെങ്കിൽ തിയേറ്ററിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഡു വൈൽ ലൂപ്പ് എന്നുള്ളത് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറിയിട്ട് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകേണ്ടി വരും. അതിനാണ് എന്ത് പറയുന്നത്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നോക്കിയാൽ മതി. ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിലേക്ക് നമ്മൾ കമ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ TT എന്ന് പറയുന്ന നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ചെക്ക് ചെയ്തോളണമെന്നില്ല. നമുക്ക് അതിനകത്തേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാലിഡായ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ പാടില്ല. പക്ഷെ നമ്മളത് കയറിയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്യാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഈ ട്രെയിൻ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന എക്സാമിനർ വരും. അപ്പോൾ ആ എക്സാമിനർ വരുന്ന സമയത്ത് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തുടർന്നുള്ള യാത്ര പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്റ്റോപ്പിൽ തന്നെ ഇറക്കി വിടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പറ്റില്ല, നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടിച്ചൊരു ടിക്കറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് യാത്ര, അല്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടും. മിക്കവാറും കേസിൽ നമ്മൾ ഇറക്കി വിടുകയായിരിക്കും, ഫൈൻ അടിച്ച് ഇറക്കി വിടുകയാണ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്ന നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ കേസാണ് എന്ത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും, ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പിനകത്തുള്ള അല്ലെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് മിനിമം ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ വൈൽ ലൂപ്പിൽ എന്താണ്, കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഡു വൈൽ ലൂപ്പിൽ അത് മിനിമം ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ സാധാരണയായിട്ട് ഡു വൈൽ ലൂപ്പ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ മെനൂസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു മെനു ഒക്കെ കൊടുക്കുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡു വൈൽ ലൂപ്പാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ നിന്നും വ്യത്യസ്തമായിട്ട് വൈൽ ലൂപ്പിലാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കോഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ലൂപ്പ് എന്ന് വന്നിരുന്നത്. പക്ഷെ ഈ കേസിൽ എന്താണ്, ആദ്യം കോഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഡു വൈൽ ലൂപ്പ്, അത് ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഫാൾസിലേക്കായിരിക്കും, ഫാൾസ് പോർഷനിലേക്കായിരിക്കും അത് പോവുക. ഇതാണ് എന്ത് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ ഡു വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആദ്യം തന്നെ ഡു എന്ന് കൊടുക്കും, അതിനുശേഷം നമ്മളൊരു കേളി ബ്രാക്കറ്റ് കൊടുക്കും. അപ്പോൾ വൈൽ ലൂപ്പിൽ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുക്കാറുണ്ട്, എന്താണ്, വൈൽ കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. ഡു വൈൽ ലൂപ്പിൽ ഡു എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുക്കും. ഇതും മറ്റതും തമ്മിലൊരു വ്യത്യാസം നമുക്കുണ്ട്. വൈൽ ലൂപ്പിൽ വൈൽ കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പാണ് പിന്നീട് കൊടുക്കുന്നത്.
പക്ഷെ ഇവിടെ ഡു ആദ്യം ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുക്കും, അതിനുശേഷം വൈൽ കണ്ടീഷൻ. വൈൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് ഡു വൈലിലും വൈലിലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമ്മൾ മുമ്പ് പഠിച്ച വൈലിലും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഡു വൈലിലും വൈൽ ലൂപ്പിൽ വൈൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്നതിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ട്. അതൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു വ്യത്യാസം വൈൽ ലൂപ്പിൽ ആണെങ്കിലും ഡു വൈൽ, ഇതിപ്പോ ഡു വൈൽ ലൂപ്പാണ് കൊടുത്തിരിക്കുന്നത്, വൈൽ ലൂപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു വ്യത്യാസമുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ എന്താ വ്യത്യാസം എന്ന്. കുറെ പേര് ചെയ്തു നോക്കിയിട്ടുണ്ടല്ലോ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. വൈൽ കണ്ടീഷൻ. വൈൽ കണ്ടീഷൻ കഴിഞ്ഞിട്ട് 2 കോമല്ല ഒരു സെമിക്കോളൻ ഉണ്ട് അല്ലെ. അതിന് സെമിക്കോളൻ എന്നാ പറയാ. നമ്മൾ സെമിക്കോളൻ ആണ് കൊടുക്കുന്നത്. അപ്പം അത് ഡു വൈൽ ലൂപ്പിൽ മാത്രമേ ഉള്ളൂ. വൈൽ ലൂപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ആ കണ്ടീഷൻ ഇപ്പൊ ഡു വൈൽ ലൂപ്പിൽ യഥാർത്ഥത്തിൽ ഡു വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് അവസാനിക്കുന്നത് എന്താണ്? അവസാനിക്കുന്നത് ഇത് ഫുൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഈ ഡു എന്ന് പറഞ്ഞത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, ഇവിടെ ഈ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ കേളി ബ്രാക്കറ്റ് ഇവിടെ അവസാനിക്കുന്നു. അവസാനിച്ചിട്ട് വൈൽ കണ്ടീഷൻ എന്ന് കൊടുക്കുന്നതോടുകൂടിയാണ് ഈ ഡു വൈൽ ലൂപ്പ് അവസാനിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ ഉദാഹരണമായിട്ട് എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുമ്പോഴാണ് എന്ത് കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക. ആ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുമ്പോഴാണ് നമ്മൾ സെമിക്കോളം കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഡു വൈൽ എന്നുള്ളത് ഒരൊറ്റ ഇതാണ്. ആ ഡു വൈൽ അവസാനിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സെമിക്കോളൻ കൊടുക്കുന്നത്. അതാണ് വൈലും ഡു വൈലും തമ്മിൽ. സെമിക്കോളൻ അല്ല അതിന്റെ മെയിൻ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദ വൈൽ ലൂപ്പ് ഡിഫേഴ്സ് ഫ്രം ദ ഡു വൈൽ ലൂപ്പ് ഇൻ വൺ ഇമ്പോർട്ടന്റ് വേ. ഒരൊറ്റ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വിത്ത് എ വൈൽ ലൂപ്പ് ദ കണ്ടീഷൻ ടു ബി ഇവാലുവേറ്റഡ് ഈസ് ടെസ്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ലൂപ്പ് ഇറ്ററേഷൻ. എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓഡിറ്റോറിയത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ അത് ഓർത്ത് വെച്ചാൽ മതി. വാലിഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റോറിയത്തിലേക്ക് എൻട്രൻസ് ഉള്ളൂ. അതേപോലെ വൈൽ ലൂപ്പിലാണെങ്കിലും ഫോർ ലൂപ്പിലാണെങ്കിലും എന്താണ്, നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അതിനകത്തേക്ക് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പോലും എന്ത് ചെയ്യില്ല, അത് എക്സിക്യൂട്ട് ചെയ്യില്ല. അതാണ് ആ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ കണ്ടീഷൻ, ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇഫ് ദ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ഫോൾസ് ദ ലൂപ്പ് വിൽ നെവർ ബി എക്സിക്യൂട്ട്. ഒരൊറ്റ പ്രാവശ്യം പോലും എന്ത് ചെയ്യില്ല, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ വൈൽ ലൂപ്പ് ആണെങ്കിലും ഫോർ ലൂപ്പ് ആണെങ്കിലും അതിന്റെ പ്രത്യേകത അതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ നമ്മുടെ ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡു വൈൽ ലൂപ്പ് വിൽ ആൾവേസ് ബി എക്സിക്യൂട്ടഡ് വൺസ്. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത, ആൾവേസ് ബി എക്സിക്യൂട്ടഡ് വൺസ്. എല്ലാ പ്രാവശ്യവും എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം മിനിമം എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇഫ് ദ കണ്ടീഷൻ എക്സ്പ്രഷൻ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം എന്ത് ചെയ്യും, അത് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ ഇത് ചെക്ക് ചെയ്യുന്നത് എവിടെയാണ്, അവസാനമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അവസാനമാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇനി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം,
കണ്ടീഷൻ ട്രൂ ആവണം. കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. സാധാരണയായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ വ്യത്യാസങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. വൈൽ ലൂപ്പ് ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ്, ബട്ട് ഡു വൈൽ ലൂപ്പ് ഈസ് എൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. സാധാരണയായിട്ട് ഒരു വൺ വേർഡ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഇതാണ്, ഡു വൈൽ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് അറ്റ് ലീസ്റ്റ് ഡാഷ് ടൈംസ്. ഡു വൈൽ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് അറ്റ് ലീസ്റ്റ് ഡാഷ് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആൻസർ? വൺ ടൈം. ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, മിനിമം അത് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ വൈൽ ലൂപ്പിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മിനിമം എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് അത് നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാം, 0 ടൈംസും എക്സിക്യൂട്ട് ചെയ്യാം. അതിനുള്ള കാരണം എന്താണ്? അത് കണ്ടീഷനനുസരിച്ച്, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ഇറ്റ് വിൽ വാരി അല്ലേ. അത് കണ്ടീഷനനുസരിച്ച് എന്ത് ചെയ്യാം, അത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നു. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. നമ്മൾ മുമ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിന് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഞാൻ ആദ്യം അത് കാണിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പുതിയ പ്രോഗ്രാം നോക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്തതാണ്. ഞാൻ അതിൻ്റെ കോഡ് ആദ്യം കാണിക്കാം. കാൽക്കുലേറ്റർ യൂസിങ് സ്വിച്ച്, ഇതാണ് പ്രോഗ്രാം. നമ്മൾ ചെയ്ത പ്രോഗ്രാം തന്നെയാണ്. അത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, ഇവിടെ നമ്മൾ 2 സംഖ്യകളാണുള്ളത്. എന്ത്, നമ്പർ 1ഉം നമ്പർ 2 അങ്ങനെ 2 സംഖ്യകൾ നമ്മൾ കൊടുത്തു. ഇത് ചെയ്താണ് നിങ്ങൾ ഇവിടെ സിമ്പലാണ് നമ്മൾ കൊടുക്കുന്നത്. സിമ്പൽ പ്ലസ് മൈനസ് അതേപോലെ സ്റ്റാർ. ഇതിനനുസരിച്ച് നമ്മൾ എന്താണ്, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഡീഫോൾട്ട് എന്നുള്ളതിൽ നമ്മൾ ഇൻവാലിഡ് ഓപ്പറേറ്റർ എന്ന് റൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4 എന്ന് എൻ്റർ ചെയ്തു, സെക്കൻഡ് നമ്പർ 5 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം സിമ്പിൾ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്ന സിമ്പിൾ പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിളാണ്. അപ്പോൾ അത് 5ഉം 4ഉം കൂട്ടിയിട്ട് സമ്മ് 9 എന്നുള്ളത് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. പക്ഷെ ഇതോടുകൂടി അവസാനിക്കുകയാണ് അല്ലേ, ഇതോടുകൂടി അവസാനിക്കുകയാണ്. എനിക്ക് വേറൊരു സംഖ്യ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യണം. നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യണം, വീണ്ടും റൺ ചെയ്യണം. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക, ഒരു മെനു ഉണ്ടാവും അല്ലേ, നമുക്കൊരു മെനു ഡിസ്പ്ലേ ചെയ്യും. ആ മെനു ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴാണോ അവസാനിപ്പിക്കേണ്ടത് നമ്മൾ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ആ പ്രോഗ്രാം അവസാനിപ്പിക്കുള്ളൂ. അങ്ങനെ നമുക്ക് ആ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് കോഡാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം. കണ്ടോ, ഇതേപോലെ നമ്മളൊരു മെസ്സേജ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1 എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, 2 എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്, 3 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, 4 എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. എൻ്റർ യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്.
എൻ്റർ യുവർ ചോയ്സ് 1 2 3 4. അഡീഷൻ ആണോ വേണ്ടത്, സബ്ട്രാക്ഷൻ ആണോ വേണ്ടത്, ഡിവിഷൻ ആണോ വേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഞാൻ ആദ്യം അഡീഷൻ ആണ് കൊടുക്കുന്നത്, അപ്പോൾ അത് 1 എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, 5 എന്ന് പറഞ്ഞു. ഇനി അതിന് ശേഷം ഞാൻ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിച്ചു, അപ്പം 3 എൻ്റർ ചെയ്തു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സം ഈസ് 8. 5ഉം 3ഉമാണ് ഞാൻ എൻ്റർ ചെയ്ത്, റിസൾട്ട് 8 ഇനി ഞാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മെനു ഡിസ്പ്ലേ ചെയ്യും. കണ്ടോ, മെനു വീണ്ടും ഡിസ്പ്ലേ ചെയ്തു. ഇനി നിങ്ങൾക്ക് അടുത്ത കേസിൽ നമുക്കിപ്പോൾ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത് നോക്കാം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ 3 എൻ്റർ ചെയ്യാൻ പറഞ്ഞു, 3 എൻ്റർ ചെയ്തു. ഇനി ഫസ്റ്റ് നമ്പർ 6 എൻ്റർ ചെയ്തു, സെക്കൻഡ് നമ്പർ 5 എൻ്റർ ചെയ്തു. അപ്പോൾ 6 5 30 ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് 30 എന്ന് പറഞ്ഞു. റിസൾട്ട് എന്താണ്, 30. അപ്പോൾ അതും ശരിയാണ്. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മെനു ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മെനു ഇതൊന്നും അല്ലാതെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഓപ്ഷന് ഇപ്പോൾ ഇതിലില്ലാത്തൊരു ഓപ്ഷന് കൊടുത്തു, 1 2 3 4 എന്നല്ലാതെ ഞാനിപ്പോൾ 9 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ മെസ്സേജ് വരുന്നത് കണ്ടോ, സോറി പ്ലീസ് എൻ്റർ എ വാലിഡ് ഓപ്പറേറ്റർ. ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് മറ്റേ പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നതെങ്കിലോ, ഇപ്പോൾ ഈ പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യം നമ്മളിപ്പോൾ ചെയ്ത പ്രോഗ്രാം ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങൾ 5 എന്ന് എൻ്റർ ചെയ്തു, ഞാൻ 4 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താണ് ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ എൻ്റർ ചെയ്തു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ 9 എന്ന് എൻ്റർ ചെയ്തു. 9 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, സോറി പ്ലീസ് എൻ്റർ എ വാലിഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമിലാണെങ്കിൽ നമുക്ക് എന്താണ്, പ്ലീസ് എൻ്റർ എ വാലിഡ് ഓപ്പറേറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോഗ്രാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിന് ആ പ്രോഗ്രാം തന്നെ റൺ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ അത് മെനു എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളിപ്പോൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും നമുക്ക് മെനു കാണണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, മെനു ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്, ആ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, താങ്ക് യു സി യു നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ കോഡ്, പ്രോഗ്രാമിൻ്റെ കോഡ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇതിലേക്ക് നോക്കാം. വിഷ്ണുനാഥ് ഉണ്ടോ? ഹലോ, ക്ലാസ്സിലുണ്ടോ? വിഷ്ണുനാഥ് ഉണ്ടോ? ഇല്ല. ആയിഷ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ആൻസർ ചെയ്യൂ. ആയിഷ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രോഗ്രാമിലേക്ക് നേരിട്ട് കടക്കാം. കാൽക്കുലേറ്റർ യൂസിങ് ഞാൻ ഈ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാണ്. അത് ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഡു വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാണ്. കാൽക്കുലേറ്റർ യൂസിങ് ഇവിടെയാണ് മോഡിഫൈ ചെയ്യുന്നത്, ഡു വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഇനി അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വാരിയബിൾസ് ഒക്കെ സെയിം തന്നെയാണ്. മറ്റേ പ്രോഗ്രാം നമ്മൾ ചെയ്തതായതുകൊണ്ട് ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. എന്താണ് വേണ്ടത്, നമുക്ക് ആവശ്യമുള്ള വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ 1ഉം നമ്പർ 2ഉം വേണം. കാരണം 2 സംഖ്യകളുടെയാണ് സമ്മ് കാണുന്നത്. അതുകൊണ്ട് ആദ്യത്തെ സംഖ്യ num1ഉം രണ്ടാമത്തെ സംഖ്യ num2 എന്ന് പറഞ്ഞിട്ട് 2 വാരിയബിൾസ് വേണം. പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് വാരിയബിൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ എന്നുള്ള വാരിയബിൾ ആയിരുന്നു കഴിഞ്ഞതിൽ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമ്മൾ സിമ്പൽ അല്ല ആക്ച്വലി എൻ്റർ ചെയ്യുന്നത്. കാരണം സിമ്പൽ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുകളാണ് നമ്മൾ
കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേരിയബിളിന്റെ പേര് മാറ്റണം എന്നൊന്നുമില്ല, സിമ്പിൾ എന്നുള്ള പേരിൽ തന്നെ വേരിയബിൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റർ എന്നോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും പേരൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം പേരൊന്നും മാറ്റുന്നില്ല, സിമ്പിൾ എന്നുള്ള പേരിൽ തന്നെ നമ്മൾ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡു എന്നുള്ളത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, ഈ ഭാഗം ഡൂന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൂവിനകത്താണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. വൈൽ എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ്. ഇത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ എന്തിനാണ് എഴുതുന്നത്? ഡു വൈൽ ലൂപ്പിനകത്താണ് കൊടുക്കുന്നത്. ഡു സ്റ്റാർട്ട് ചെയ്ത് വൈൽ എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ നമ്മൾ ഇത്രയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മെനുവിന്റെ വാല്യൂ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മെനുവിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഇതിൽ സിമ്പിൾ പ്ലസ് മൈനസ് എന്നൊക്കെ എൻ്റർ ചെയ്തില്ല, അതേപോലെ നമ്മൾ 1 2 3 4 എന്നാണ്. 1 എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, 2 എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, 4 എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഇനി അഞ്ചാമതൊരു ഓപ്ഷനും കൂടി വേണം ഇതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് എന്ത്? എക്സിറ്റ് ഓപ്ഷനാണ് 5 എന്നാണ്. എൻ്റർ യുവർ ചോയ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ അത് എൻ്റർ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സിമ്പിൾ എന്നുള്ള വേരിയബിളിലേക്കാണ് അത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഡു ആണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ സിമ്പിൾ, അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത അതേപോലെ തന്നെ, പക്ഷെ അവിടെ നമ്മൾ സിമ്പിൾ ഓരോന്ന് സിമ്പിൾ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ നമ്പർ ആയിട്ടാണ് കൊടുക്കുന്നത്. സിമ്പിൾ സ്വിച്ച് സിമ്പിൾ എന്ന് പറഞ്ഞു ബ്രാക്കറ്റിനകത്ത് സിമ്പിൾ കൊടുക്കും. അതിനുശേഷം കേസ് 1 പറഞ്ഞാൽ ഫസ്റ്റ് കേസ് ആണെങ്കിൽ എന്താണ്? നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മറ്റു കേസിലാണെങ്കിൽ നമ്മൾ 2 നമ്പറുകൾ ആദ്യം തന്നെ റീഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ കേസിനകത്താണ് എന്താ ചെയ്യുന്നത്? 2 സംഖ്യകൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്പർ 1 നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സംഖ്യ എൻ്റർ ചെയ്യും. അതിനുശേഷം റിസൾട്ട് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ഒരു അലേർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ എണ്ണം ഉണ്ടായതുകൊണ്ട് അത് കാണാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ അലേർട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോംപ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ അലേർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അലേർട്ട് ദ സമ്മീസ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യും. ഈ കേസ് 2 ആണെങ്കിൽ ഇതിന്റെ സെയിം തന്നെ, റിസൾട്ട് മൈനസ് ആവുമെന്ന് മാത്രം, ഡിഫറൻസ് കൊടുക്കും. കേസ് 3 അങ്ങനെയാണ്. കേസ് 3 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കാണാനാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണ്. അതിനുശേഷം കേസ് 4 നമ്പർ 1 നമ്പർ 2 എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് തമ്മിൽ ഡിവൈഡ് ചെയ്തു, കോഷ്യൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം അതിന്റെ ബ്രേക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് 5 എക്സിറ്റ് ആണ്. അപ്പൊ എക്സിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു, സി യു നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ചെയ്യാണ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാത്ത ഓപ്ഷനും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതല്ലാത്ത ഓപ്ഷനും ആണ് കൊടുത്തെങ്കിൽ 5 എന്ന് പറഞ്ഞ ഓപ്ഷനും അല്ലാതെ 5ന് മുകളിലുള്ള ഏത് സംഖ്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമ്പിൾസ് നിങ്ങൾ എന്ത് കീബോർഡിൽ കാണുന്ന വേറെ ഏത് സിമ്പിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും? അലേർട്ട് സോറി പ്ലീസ് എൻ്റർ എ വാലിഡ് ഓപ്പറേറ്റർ എന്ന് പറയും. ഈ കേസിൽ ഇപ്പൊ ഇതിൽ എക്സിറ്റ് ഓപ്ഷൻ അല്ലാത്ത വേറെ ഏത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും? ആ ലൂപ്പ് വീണ്ടും എക്സിറ്റ് വീണ്ടും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ലൂപ്പ് അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ വൈൽ സിമ്പിൾ നോട്ട് ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ. വൈൽ സിമ്പിൾ നോട്ട് ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷനാണ് ഡൂവിന്റെ വൈലിൽ കൊടുത്തിരിക്കുന്നത്. വൈലിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് അപ്പോൾ സിമ്പിൾ 5 കൊടുത്തു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യും? അത് എക്സിറ്റ് ചെയ്യും. അല്ലാത്ത സമയത്തൊക്കെ വീണ്ടും അത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം ഇതാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡു വൈൽ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മെനു ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മെനു ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എക്സിറ്റ് ചെയ്താൽ മാത്രം മതിയെങ്കിലും എന്താ നമ്മളിവിടെ 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ആയി, കണ്ടോ. പക്ഷെ മറ്റേ പ്രോഗ്രാമിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഡു വൈൽ ലൂപ്പ് ഉപയോഗിക്കും. ഇപ്പൊ 4 അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതല്ലാതെ വേറെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് പ്രോഗ്രാം റൺ ചെയ്യും, നമ്മളോട് വേറെ സംഖ്യ എൻ്റർ ചെയ്യാൻ പറയും. ഉദാഹരണമായിട്ട് ഞാൻ 6 എന്ന് എൻ്റർ ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സോറി പ്ലീസ് എൻ്റർ എ വാലിഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് മെനു വീണ്ടും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെനു വീണ്ടും കൊടുക്കാം. ഉദാഹരണമായിട്ട് ഞാൻ 3 എന്ന് എൻ്റർ ചെയ്യണം, പ്രോഡക്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. പ്രോഡക്റ്റ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് സംഖ്യ 10 എന്ന് എൻ്റർ ചെയ്തു, അടുത്ത സംഖ്യ ഞാൻ 6 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ റിസൾട്ട് 60 എന്ന് ഡിസ്പ്ലേ ചെയ്തു, കണ്ടോ. പ്രോഡക്റ്റ് ഈസ് 60 എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാമെന്നുള്ളതാണ്. ക്ലിയർ ആയോ? അത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഈ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഒരു പ്രാവശ്യം കൂടി പറയണമെങ്കിൽ വീണ്ടും പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ?